നാം ഇന്ന് പഠിക്കുന്നത് മദ്ദിനെ സംബന്ധിച്ച. മദ്ദെന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ്. മദ്ദെന്ന് പറഞ്ഞാൽ നീട്ടുക. ഇപ്പോൾ അക്ഷരങ്ങളുടെ മുകളിൽ ഇങ്ങനെ കനപ്പിച്ച് ഇങ്ങനെ എഴുതിയേക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ പേരാണ് മദ്. കണ്ട, ഇത് മദ്, ഇത് മദ്, ഇത് മദ്, ഇങ്ങനെ പോവും. ഈ മദ്ദെന്ന് ഉദ്ദേശിക്കുന്നത് ഒരക്ഷരത്തെ 7 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ആവർത്തിച്ചാൽ എത്ര സമയം നാം എടുക്കും വേണ്ടി വരും, അത്രയും സമയം എടുത്ത് നീട്ടി വായിക്കണം. ഉദാഹരണം ഖാഫ്, ഇത് വായിക്കേണ്ടത് ഖാഫ് എന്ന് പറഞ്ഞാൽ ഇത് ഖ ഖ ഖ ഖ ഖ ഖ ഖ ഖ ഖ എന്നിങ്ങനെ ആവർത്തിക്കുക. 7 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ആവർത്തിക്കുന്ന സമയമാണ് ഇതിന് നാം ഉപയോഗിക്കുന്നത്. ഖാഫ് ഖാഫ്. സ്വാദ് സ്വാദ്. കണ്ട, സ്വാ 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 എന്ന് വായിക്കുന്നതിന് പകരം നമ്മൾ അതിന് പകരം മദ് വെച്ച് നീട്ടി ഉപയോഗിക്കുക, നീട്ടി വായിക്കുക. സ്വാദ് ഖാഫ് സ്വാദ്. ഇത് ഹാമീം. ഇത് ഹ ഹ ഹ. ഒരു അലിഫിൻ്റെ പരിധി ഖദർ വെച്ച് നീട്ടത്തുള്ളൂ. ഹ ഹ ഹ. മീമാണ്, മീമിനാണ് മദ് എന്ന് പറയാൻ. മീമിനെ മാ 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 എന്നിങ്ങനെ ആവർത്തിക്കുന്ന സമയം നാം എടുത്ത് ദീർഘമായിട്ട് വായിക്കണം. ഹാമീം. അടുത്തത് ത്വാസീൻ. ഇത് ത്വാ ത്വാ, ഇത്രയേ ഉള്ളൂ. അത്രയും ശബ്ദം എടുത്ത് നീട്ടി വായിക്കുക. ഇത് സീനാണ്. സീനിനെ സ സ സ സ സ സ സ സ സ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എത്ര സമയം വേണ്ടി വരും അത്രയും. 7 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം നീട്ടുമ്പോൾ, ആവർത്തിക്കുമ്പോൾ എത്ര സമയം വേണ്ടി വരും, ആ സമയം എടുത്ത് നീട്ടി വായിക്കുമ്പോൾ. ത്വാസീൻ. അടുത്തത് അലിഫ് ലാം റോ. കണ്ട, അലിഫിന് നീട്ടില്ല. അലിഫ്, അലിഫിന് അലിഫെന്ന് മാത്രമേ പറയത്തുള്ളൂ. ഇത് ലാമാണ്. ലാ 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 എന്ന് പറയുന്നതിന് പകരം ലാമിനെ നാം നീട്ടി വായിക്കുന്നു. ലാം അലിഫ് ലാം റോ. അലിഫ് ലാം റോ. അടുത്തത് ത്വാസീൻ മീം. ഇത് ത്വാ ത്വാ, ഇത്രയും നീട്ടത്. ത്വാ, ഒരു അലിഫിൻ്റെ പരിധി ഖദർ വെച്ച് ഈ ത്വാഇനെ നാം നീട്ടത്തുള്ളൂ. സീനുണ്ട്. സീനിനെ സ സ സ സ സ സ സ സ സ എന്നിങ്ങനെ ആവർത്തിക്കുന്ന സമയം സീനിനെ നമ്മൾ നീട്ടി വായിക്കും. അതുപോലെ മീമുണ്ട്. മീമിൻ്റെ മുകളിലും മദ്ദുണ്ട്, സീനിൻ്റെ മുകളിലും മദ്ദുണ്ട്. അന്നേരം മീമിനെ പറയേണ്ട മാ 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 എന്നിങ്ങനെ വായിക്കും. എത്ര സമയം വേണ്ടി വരും, അത്രയും സമയം നാം നീട്ടുക. അന്നേരം അത്രയും നീട്ടണ്ട. ത്വാസീൻ മീം. ത്വാസീൻ മീം. ത്വാസീൻ മീം. ഇവിടെ ഒത്തിരി നീട്ടത്തില്ല. വെറും ത്വാന്ന് മാത്രമല്ല വായിച്ചാൽ ത്വാ, അത്രയേ ഉള്ളൂ. ത്വാസീൻ മീം. അടുത്തത് അലിഫ് ലാം മീം റോ. അലിഫിന് നീട്ടില്ല, ലാമിന് മദ്ദുണ്ട്. ലാ 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 എന്ന് ദീർഘമായിട്ട് നാം എത്ര സമയം എടുക്കും അത്രയും നീട്ടി വായിക്കും. ലാം അതിന് പകരമാണ് നാം നീട്ടുന്നത്. മീമ് മാ 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 എന്ന് ആവർത്തിക്കുന്ന സമയം
ഈ മദ് ഉപയോഗിച്ച് നീട്ടും. മീം റോ ഒരലിഫിൻ്റെ പരിധി ഖദർ വെച്ച് നീട്ടും. അലിഫ് ലാം മീം റോ. അടുത്തത് കാഫ് കാഫ് ഹായ ഐൻ സ്വാദ്. കാഫ്, ഇത് കാഫ് എന്നുള്ള അക്ഷരമാണ്. കാഫിന് മദ്ദുണ്ട്. ഐന്, ഐൻ്റെ മുകളിൽ മദ്ദുണ്ട്. സ്വാദ്, സ്വാദിൻ്റെ മുകളിൽ മദ്ദുണ്ട്. ഇപ്പം ക ക ക ക ക ക ക ക ക എന്ന് ആവർത്തിക്കുന്നതിന് പകരം കാഫ് ഉണ്ടോ, ഹായ ഒരലിഫിൻ്റെ പരിധി വെച്ച് നീട്ടും. ഹായ ഹ ഹ ഹ ഹായ കാഫ് ഹായ ഐൻ സ്വാദ്. അടുത്തത് നൂൻ എന്നുള്ള അക്ഷരമാണ്. നൂന് കണ്ടോ, മദ്ദാണിത്. നൂൻ ന ന ന ന ന ന ന ന ന എന്ന് ആവർത്തിക്കുന്നതിന് പകരം നൂൻ. അടുത്തത് യാസീൻ. യാ ഒരലിഫിൻ്റെ പരിധി ഖദറേ നീട്ടുന്നുള്ളൂ. തെറ്റായിട്ട് ചിലർ ഇവിടെ നീട്ടി പറയാറുണ്ട്. എങ്ങനെ യാസീൻ, അങ്ങനെയല്ല, യാസീൻ എന്നല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ യാസീൻ. അടുത്തത് ആമീൻ. അലിഫിന് ഇത്രയും നീട്ടത്തുള്ളൂ. മീമുണ്ട്. ഈ മീമിൻ്റെ മുകളിലാണ് മദ്. മീ ഉണ്ടോ, ആമീൻ. ചിലർ നമ്മൾ ഫാത്തിഹ ഓതി തീരുമ്പം ഈ അലിഫിനെ ചിലർ നീട്ടി പറയാറുണ്ട്. തെറ്റാത്. എങ്ങനെ തെറ്റായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആമീൻ എന്ന് നീട്ടരുത്. നീട്ടില്ല, കുറച്ചേ നീട്ടത്തുള്ളൂ. ഒരലിഫിൻ്റെ പരിധി അത്രയേ ഉള്ളൂ. ആമീൻ ആമീൻ ഉണ്ടോ, മീമിനാണ് മദ്. ആമീൻ. അടുത്തത് ഖാഫ്. അടുത്തത് നൂന്. നൂൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കും. ഖാഫ് സ്വാദ് ഹാമീം ത്വാസീൻ അലിഫ് ലാം റോ ത്വാസീൻ മീം അലിഫ് ലാം മീം റോ. അടുത്തത് കാഫ് ഹായ ഹായ. വെറും ഹയാന്നും അല്ല പറഞ്ഞ, ഹായ അത്രയും നീട്ടത്തോളൂ. കാഫ് ഹായ ഐൻ സ്വാദ് നൂൻ യാസീൻ. സീനിനെയാണ് നീട്ടേണ്ടത്. അല്ല ഇവിടെ നമ്മൾ സാധാരണ നീട്ടും യാസീൻ, അങ്ങനല്ല. യാ നീട്ടരുത്. യാസി ഒരു യാ അത്രയും നീട്ടത്തുള്ളൂ. യാസീൻ. അടുത്തത് ആമീൻ. മീമിനാണ് മദ്. അലിഫിന് സാധാരണ നീട്ടാറുണ്ട്. തെറ്റാത്. ആമീൻ എന്ന് നീട്ടും. തെറ്റാത്. ആമീൻ. അടുത്തത് ഖാഫ്. അടുത്തത് നൂൻ.